വീട്ടിൽ കയറി മോഷ്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് കള്ളന് മനസ്സിലാകുന്നത് അത് പ്രശസ്തനായ ഒരു സാഹിത്യകാരന്റെ വീടാണ് എന്നുള്ളത്. അതുകൊണ്ട് എന്താണ് പിന്നീട് എന്തുണ്ടായി എന്നായിരിക്കും പലരുടെയും സംശയം. അർജുൻ പീതാംബരനാണ് നമ്മുടെ കൂടെയുള്ളത്. അർജുൻ, ഈ പറഞ്ഞതുപോലെ എന്താണ് പിന്നീട് ഉണ്ടായത് എന്നറിയാൻ എനിക്കും ഒരു കൗതുകമുണ്ട്. സാഹിത്യത്തെക്കുറിച്ച് അറിവൊക്കെ ഉള്ള ഒരാളാണ്. സാഹിത്യകാരന്റെ വീട്ടിൽ മോഷ്ടിച്ചപ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചു? ഈ കള്ളൻ ആ വീട്ടിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയത് അത്രത്തോളം വിലപിടിപ്പുള്ള വസ്തുക്കളല്ല. പക്ഷെ പിന്നീട് ആ വീട്ടിനകത്ത് കണ്ട ഒരു ഫോട്ടോയിലെ ആ രൂപം, ആ മുഖം കള്ളൻ്റെ മനസ്സിൽ അത്രയധികം വിലപിടിപ്പുള്ള ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ആ സാമഗ്രികളെല്ലാം തന്നെ അദ്ദേഹം തിരിച്ചു കൊണ്ടുവച്ചത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ നാരായൺ സുർവെ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു മറാഠി രചയിതാവും അതുപോലെ തന്നെ പോയറ്റുമായിട്ടുള്ള വ്യക്തി, എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൾ തിരിച്ചെത്തിയത്. ഒരു 10 ദിവസത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഈ സുജാതയുടെ മകൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടി പോയതായിരുന്നു. തിരിച്ചെത്തിയ സമയത്താണ് ഒരു കുറിപ്പ് വീട്ടിൽ കാണുന്നത്. പ്രധാനമായിട്ടും ഈ കുറിപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കള്ളൻ ആ വീട്ടിൽ എത്തിയിരുന്നു. ഈ LED TV അടക്കമുള്ള ചില കാര്യങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി. പിന്നീട് വീണ്ടും കുറച്ചധികം സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ നേരത്തെ മോഷ്ടിച്ചതിനോടൊപ്പം തന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മാറ്റാൻ വേണ്ടി ഉണ്ടായിരുന്നു. കാരണം വലിയ സാധനങ്ങളായിരുന്നു, വീട്ടിലാരുമില്ല ഒരുപാട് ദിവസമായിട്ട്. അതുകൊണ്ട് തന്നെ 1-2 ദിവസം കൊണ്ടാണ് ഈ കള്ളൻ അവിടെ നിന്നും സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് തിരിച്ചെത്തിയപ്പോഴാണ് ഈ പോയറ്റിൻ്റെ ഈ എഴുത്തുകാരൻ്റെ ഫോട്ടോ ശ്രദ്ധയിൽപ്പെടുന്നത്. നാരായൺ സുർവെ വളരെയധികം ആരാധിച്ചു കൊണ്ടിരുന്ന ആളാണെന്ന് തോന്നുന്നു ഈ കള്ളൻ. വിഷമം തോന്നിയിട്ട്, വലിയ രീതിയിൽ കുറ്റബോധം തോന്നിയിട്ട് ആദ്യം മോഷ്ടിച്ച സാധനങ്ങളെല്ലാം തന്നെ തിരിച്ച് അദ്ദേഹം എടുത്തുകൊണ്ട് വെച്ചു. മാത്രമല്ല ഈ വീട്ടുടമസ്ഥൻ്റെ മാപ്പ് ചോദിച്ചുകൊണ്ട് എഴുതി വെച്ചൊരു കത്താണ് ഈ സുജാത എന്ന് പറയുന്ന നാരായൺ സുർവയുടെ മകൾ കണ്ടെത്തുന്നത്. പിന്നാലെ തന്നെ ഇത് പോലീസിന് നൽകി. ഇപ്പോൾ ഈ കത്ത് കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ഈ LED TV ഉണ്ടായ ചില ഫിംഗർ പ്രിൻറ്റിൻ്റെയും എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പകാലം തൊട്ട് വളരെയധികം കഷ്ടപ്പാടുകളെല്ലാം തന്നെ അനുഭവിച്ചാണ് ഈ നാരായൺ സുർവെ എന്ന് പറയുന്ന എഴുത്തുകാരൻ വളർന്നു വരുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം അനാഥനായിരുന്നു. പിന്നീട് പലതരത്തിലുള്ള ജോലികൾ ചെയ്തും, ഡെലിവറി ബോയ് ആയി നിന്നും ഹോട്ടലിൽ നിന്ന് ഒക്കെ നിന്ന് പിന്നീടാണ് മറാഠിയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനായി അദ്ദേഹം പിൽക്കാലത്ത് അറിയപ്പെടുന്നത്. ഈ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ മറാഠിയിൽ തന്നെ സ്ഥാപിതമായിട്ടുള്ള ഒരുപാട് മാനദണ്ഡങ്ങൾ പ്രധാനമായിട്ടും. ശരി അർജുൻ, എന്തായാലും ആ കള്ളനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരു സാഹിത്യകാരനാണ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ട് തിരിച്ചു വെച്ചു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ആളെക്കുറിച്ച് അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം.